ഹലോ! ഇന്നപ്പം നമുക്ക് വയനാട്ടിലെ പൂപ്പലി കാണാൻ പോയ വിശേഷങ്ങളൊക്കെ കണ്ടാലോ? കുറേ ദിവസമായി ഞാൻ എഡിറ്റ് ചെയ്തിടണമെന്ന് വിചാരിക്കുന്നു ട്ടോ. മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര മടിയാട്ടോ എഡിറ്റ് ചെയ്യാനൊക്കെ. അതുകൊണ്ടാണ് വൈകിയത്. അപ്പം ദാ ഞാനും അമ്മയും കൂടെ രാവിലെ ഒരു 5:30ക്ക് ഇറങ്ങിയിട്ടുണ്ട് ട്ടോ വീട്ടിന്ന്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു. ഞങ്ങളെ കൂടെ കുടുംബശ്രീയിലെ കുറച്ച് ചേച്ചിമാരും ഉണ്ടായിരുന്നു ട്ടോ. അപ്പം അച്ഛനാണ് രാവിലെ ഞങ്ങളും അങ്ങോട്ട് ആക്കി തന്നത്. കൃത്യം 6:30 മണിക്ക് കാരന്തൂരിന്ന് അമ്പലവയലിലേക്കുള്ളൊരു ബസ് ഉണ്ട് ട്ടോ, KSRTC. അപ്പം ഞങ്ങൾ ആ വഴിയാണ് പോകുന്നത്. അങ്ങനെ ദാ ഞങ്ങൾ അമ്പലവയലിലെത്തി. അവിടുന്ന് ഒരു സുഖിയനും ചായയും കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ദാ എൻ്റെ ബാക്കിൽ അമ്മയും അമ്മേൻ്റെ കൂടെയുള്ള ചേച്ചിമാരും വരുന്നുണ്ട് കേട്ടോ. ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് നടക്കാനൊന്നുമില്ല കേട്ടോ, കുറച്ച് നടക്കാനേ ഉണ്ടായിരുന്നുള്ളേ. ടിക്കറ്റ് പിന്നെ ഞങ്ങൾ ഓൺലൈനായി ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ വരി നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് ഉള്ളോട്ട് കയറി. സത്യം പറഞ്ഞാൽ എൻട്രൻസ് കണ്ടിട്ട് തന്നെ എൻ്റെ കണ്ണ് തള്ളിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പൂപ്പലി കാണാൻ വരുന്നത്. അത്രയ്ക്ക് ഗംഭീരമായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ പൂപ്പലി. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാൻ. അപ്പം പൂപ്പലിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടറിയാം കേട്ടോ. മണ്ണ് നോക്കി നിങ്ങൾ നോക്കി മണ്ണ് നോക്കി അപ്പം ഞങ്ങൾ കുറച്ച് ചെടികളൊക്കെ കണ്ട് അടുത്തത് ഞങ്ങൾ കോഴികളെയും അതുപോലെ തന്നെ കുറച്ച് കിളികളെ പ്രദർശനമുണ്ട്, അത് കാണാനാണ് പോകുന്നത്. അതില് ക്രോസ് ആയ അതുപോലെ കിടക്കാണോ? വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ തൊപ്പിക്കോയൊക്കെ ഉണ്ട്. സാധാരണ ഫാൻസിയിൽ പെട്ടെന്ന് അങ്ങനെ എടുക്കുന്നത് ഗ്രാമശ്രീ എല്ലായിടത്തിലും അത് തന്നെയാണ്. വനങ്ങളറിയുന്നു ഞാൻ ഓമനെ നിർമ്മലം നിന്റെ താമരപ്പൂവിൽ വാടും ദേവിയല്ലോ നീ പൂനില. ഒരു
മയില് വാങ്ങിയാലോ മാള് കുഞ്ഞന് കളിക്കും. അപ്പോൾ ദാ ഞങ്ങൾ പൂപ്പൽ കണ്ടു കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ അവിടുന്ന് ബത്തേരിക്ക് ഒരു ബസ് കയറി. ബത്തേരിയിൽ നിന്നാണ് ഞങ്ങൾ കോഴിക്കോടേക്കുള്ള ബസ് കിട്ടുന്നത്. അത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.